നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? അത് നമ്മുടെ ടൈമാണ്, നമ്മുടെ സമയം. ഈ ജീവിച്ചിരിക്കുന്ന സമയത്തിനകത്ത് എന്തും വേണ്ടി ടൈം നമ്മൾ വെറുതെ നമ്മളെ ഫോക്കസ് ചെയ്യാത്തല്ല, നമ്മളെ ഇഷ്ടപ്പെടാത്ത, നമ്മളെ സ്നേഹിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കളയുന്നുണ്ട്. ചിന്തിച്ചു നോക്കിയേ. ഒരു നിമിഷം പോലും നമ്മൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം പോലും എനിക്ക് തിരിച്ചു കിട്ടത്തില്ലെന്നുള്ളതാണ്. നാളെ ഞാൻ ഉണരുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അതുപോലെ നമ്മൾ ഒരുപാട് അസറ്റ്സ് ഒക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ ലോൺ തന്നെ 20 വർഷത്തേക്കോ അല്ലെങ്കിൽ 15 വർഷത്തേക്കോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ 15 വർഷം കടക്കുമെന്ന് പോലും നമുക്കറിയെങ്കിൽ നമ്മുടെ ഒരു ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഒട്ടും നമുക്ക് തിരിച്ച് കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്, അല്ലയോ? നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്തും അല്ലെങ്കിൽ ഒരുപാട് നമ്മളവരെ സ്നേഹിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയം. മറ്റേതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡോക്യുമെൻ്റ് ഉണ്ട്, നമുക്ക് എന്നാലും നമ്മുടെ കിട്ടും എന്ന്, നമ്മൾ മരിച്ചില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള ഒരു ഡോക്യുമെൻ്റ് എങ്കിലും ഉണ്ട്. പക്ഷേ ഒരു പ്രണയം നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഒരു സ്നേഹം നമ്മൾ ഒരാളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും നാളെ അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന് സഹിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അത് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാലും എഗ്രിമെൻറ്റ് വെച്ചില്ലെന്നുണ്ട്, ഇല്ലയോ? അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ അസറ്റുകളൊന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അസറ്റ് എന്ന് പറയാൻ നമ്മൾ ഒരാളിന് കിട്ടുന്ന സ്നേഹമാണ് നമ്മുടെ നിലനിൽപ്പ്. ആ നിലനിൽപ്പ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഇല്ലാതായി പോകും. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എപ്പോഴും ഓക്കെ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ തൊലപ്പിച്ച് കളയാൻ അത് മതി.